ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എവറിഡേ ലേണിംഗ്. നമ്മൾ പുതിയ 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 അറിവുകൾ നേടുന്നതിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നോളജുകൾ നേടുന്നു, പുതിയ സ്കില്ലുകൾ, നമ്മൾ ഓരോ എക്സ്പീരിയൻസസിൽ നിന്നും പുതിയ പുതിയ കഴിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുന്നു. പല ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നും വെളിയിൽ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും പലതും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ നമ്മൾ കാലത്തിന് അനുസരണമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാതിരുന്നാൽ നമ്മൾ ജീവിതത്തിൽ പിന്തള്ളപ്പെടും. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ അത് ഇൻഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻസ്, നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം, ആർട്ടിക്കിൾസുകൾ, വാച്ചിങ് ഡോക്യുമെൻ്ററീസ്, ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസ്, അങ്ങനെ നമ്മൾ സംതിങ് പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എവറിഡേ ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ ഞാൻ കുറച്ച് പോയിന്റുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് അഡാപ്റ്റബിലിറ്റി. നമുക്ക് ഓരോ കാലഘട്ടത്തിന് അത് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിന് നമ്മൾ അത്രത്തോളം നമ്മളും ഡെവലപ്പായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും, ടെക്നോളജി ആയിരുന്നാലും എന്തായിരുന്നാലും ഇത് ചെയ്യണം. അപ്പം നമ്മൾ അന്ന് പഠിച്ചിട്ട് പഠിത്തം നിർത്തിയാൽ നമ്മൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. അഡാപ്റ്റബിലിറ്റി, നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിന്. അപ്പം മാറ്റങ്ങൾക്ക് അനുസരണമായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അത് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പുതിയ സ്കില്ലുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ആയിരുന്നാലും ഗ്ലോബൽ ഷിഫ്റ്റും. അപ്പോൾ ഒരു ലൈഫ് ലോങ് ലേണർ ആവണം. ആസ് ലോങ് ആസ് യു ഓൺ ദ എർത്ത്, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുക അത്രത്തോളം നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവില്ല. നമ്മൾ പഴഞ്ചനെന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആളുകൾ പഴയ ആൾ. അപ്പം ഇപ്പോഴത്തെ തലമുറ നമുക്കറിയാം, ഈ കമ്പ്യൂട്ടർ സ്കില്ലും മറ്റുള്ള ഈ ടെക്നോളജി യൂസ് ചെയ്യാനൊക്കെ എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. എല്ലാം ടെക്നോളജി സംബന്ധമായിട്ടുള്ള ജീവിതമാണ്. ഇപ്പം ബാങ്കിങ് ആയിരുന്നാലും ഷോപ്പിംഗ് ആയിരുന്നാലും ഏത് കാര്യമായിരുന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ബേസിക് അറിഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ജീവിക്കുന്നതിന്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി എന്ന് പറയും, പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിന് ഉള്ള. അപ്പം ലേണിങ്ങിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. എവരിഡേയിലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തെ, നമ്മൾ എവരിഡേ ലേണിങ് ഉണ്ട് കാര്യങ്ങൾ. എവരിഡേയിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നമുക്കത് ഈസി ആയിട്ട്, അതിനുള്ള നോളജ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് പഠിക്കാതെ ഇരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ജീവിതത്തിൽ മുന്നേറുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിനും ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്ങിനും ഒക്കെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ആർജിച്ച് എടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് എവരിഡേ ലേണിംഗ് കൊണ്ട് അതിൻ്റെ മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ, നമ്മൾ ഡെവലപ്പാവും. നമ്മളിലുള്ള പേഴ്സണാലിറ്റിയും നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് മാറ്റങ്ങൾ വരും. നമ്മളെ പാഷൻസ് മാറും. നമ്മളെ ഓരോന്നിനെക്കുറിച്ചുള്ള സമീപനങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. പൊതുവേ നമ്മൾ പറഞ്ഞാൽ ഈ എവരിഡേ ലേണിംഗ് കൊണ്ട് നിങ്ങൾ എൻറിച്ച് ഇൻ യുവർ ലൈഫ്, ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല്. അപ്പോൾ ഈ കോൺഫിഡൻസൊക്കെ കുറയുന്നത് ലാക്ക് ഓഫ് നോളജാണ്. നമുക്ക് അറിവുകൾ, നമ്മൾ ഏത് കാര്യത്തിനും നമ്മളിപ്പോൾ എക്സാമിന് പോകുമ്പോൾ തന്നെ നമ്മൾ
പരീക്ഷയ്ക്ക് വളരെ എക്സാം ഫിയർ എന്ന് പറയുന്നത് നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. പഠിക്കാത്തത് കൊണ്ടാണ് അത്. പഠിച്ച് നല്ല പ്രിപ്പയർ ആയിട്ട് പോണവർക്ക് ഒരു ഫിയറും വരത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ജീവിതത്തിലും നമ്മൾ ലേൺ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മളെ ജീവിതത്തിൽ പല മേഖലയിലും പേഴ്സണാലിറ്റിയിൽ എല്ലാത്തിലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും. അത് പേഴ്സണൽ ഗ്രോത്ത് മൂന്നാമത്തെ പോയിൻ്റാണ് എവറിഡേ ലേണിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം. എക്സ്ക്യൂസ് മീ. നാലാമത്തത് കരിയർ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ ഈ എവറിഡേ ലേണിംഗ് കൊണ്ട് നമ്മൾ എന്താണ് പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ നമ്മളെ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ഡിജിറ്റൽ ലിറ്ററസി നമുക്ക് കൂടുന്നു. ഇതെല്ലാം നമ്മൾ സ്റ്റാഗ്നൻ്റ്, നമ്മളിതൊന്നും ഇത് പഠിക്കാതെ ഇരുന്നാൽ നമുക്കിതൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങളുടെ പ്രൊഫഷണലിൽ നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതിന്. അപ്പോൾ ഈ സ്കില്ലുകൾ ഇപ്പോഴത്തെ ഓരോ ജോലിക്കും പുതിയ പുതിയ സ്കില്ലുകളും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കില്ലും ആണ്, പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം നമുക്ക് പുതിയ പുതിയ അവസരങ്ങളിലേക്ക് നമുക്ക് സാധ്യതകൾ വരും. അടുത്ത ഈ എവറിഡേ ലേണിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്ന ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്. ഈ ത്രൂ എവറിഡേ ലേണിങ്ങിൽ കൂടെ നമുക്ക് റിലേഷൻഷിപ്പ് നമുക്ക് അല്ലെങ്കിൽ ബന്ധങ്ങൾ കുറച്ചുകൂടെ പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കും. നമ്മൾ എംപത്തറ്റിക് ആയിരിക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എഫക്റ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ ഈ നല്ല രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുക. ആ രീതിയിൽ നമ്മൾ ആളുകളുടെ അടുത്ത് ഡീൽ ചെയ്യും. നമ്മൾ ആളുകളുടെ അടുത്ത് എപ്പോഴും ആ റൂഡ് വേ ടോക്ക് ചെയ്യുന്ന ആ രീതി മാറ്റി എംപത്തറ്റിക് ആയിരിക്കും. പിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് എന്ത് സംസാരിക്കണമെന്ന് പറയും ആ രീതിയിൽ സംസാരിക്കും. അത് നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാനിടയാവും. അതുകൊണ്ട് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് എവറിഡേ ലേണിങ്ങോടുകൂടി. ഇപ്പം ലാക്ക് ഓഫ് അവെയർനെസ്, ലാക്ക് ഓഫ് ഈ അജ്ഞത കൊണ്ടാണ് നമ്മളെ സ്വഭാവത്തിലും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന രീതിയിൽ ഇടപെടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എവറിഡേ ലേണിംഗ് കൊണ്ട് നമുക്ക് ഈ മേഖലയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഈ എവറിഡേ ലേണിംഗ് കൊണ്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയും അത് നമ്മളെ മൈൻഡിൽ ഫുള്ളി എൻഗേജ് ആവുകയും ആ മൈൻഡ് വളരെ ആക്റ്റീവ് ആവുകയും അത് നമ്മുടെ മെമ്മറിയെ ഇത് ഇമ്പ്രൂവ് ചെയ്യുകയും സ്ട്രെസ്സുകൾ കുറയ്ക്കുകയും ഓവറാൾ ഇത് നമ്മളെ വെൽബീയിങ്ങിന്, നമ്മുടെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉന്നതിക്ക് സഹായിക്കുകയും ചെയ്യുന്നു മെൻ്റൽ ഹെൽത്ത്. അപ്പം ഇത്രയും ഈ 5-6 പോയിൻ്റുകളാണ് എവറിഡേ ലേണിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ. അപ്പോൾ എവറിഡേ ലേണിംഗ് അത് നമുക്ക് ജീവിതത്തിൽ പല ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരുന്നു, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ലൈഫ് വളരെ ഫുൾഫില്ലിങ്ങും മീനിങ് ഫുള്ളുമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വളരെ പ്രയോജനമുള്ള കണ്ടൻറ്റുകളുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.